നമസ്കാരം. ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായിത്തീരുന്നത് ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള കാഴ്ചകൾ കാരണമായിരിക്കും. ഒരു സ്പാർക്ക് മതി നമ്മുടെ ജീവിതം തന്നെ മാറിമറിയാൻ. ഇത്തരത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒട്ടേറെ കാഴ്ചകളുമായി എത്തുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് സൈഡുണ്ട്. പെയിനും നമ്മുടെ ബോഡിയിൽ കൂടുതലായിരിക്കും, പ്ലഷറും ബോഡിയിൽ കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലേ, ഏറ്റവും റിലീഫ് ഏറ്റവും ജോയ്ഫുൾ ആകുന്നത് ഒരു പോസ് കഴിയുമ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും. ഓക്കെ, ആണുങ്ങൾക്ക് ആ ഒരു ജോയ് കിട്ടാൻ ഭയങ്കര പാടാണ്, ഇമ്പോസിബിൾ ആണെന്ന് വരെ പറയാൻ പറ്റും. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റം 3 ലെയർഡ് ചോക്ലേറ്റ് ആണ്. തടി കുറയ്ക്കാൻ മാത്രമല്ല, ഉന്മേഷവും മാനസികാരോഗ്യവും ഒക്കെ നിലനിർത്താൻ യോഗ അത്യാവശ്യമാണ്. യോഗ ഏത് പ്രായക്കാർക്കും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ യോഗ അഭ്യസിക്കാവുന്നതാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു യോഗ സെഗ്മെൻ്റാണ്. ശാരീരിക ആരോഗ്യ പരിപാലനത്തിന് യോഗയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധിപ്പെടുത്തി വ്യക്തിത്വ വികാസത്തിന് യോഗ വളരെയധികം പങ്കുവഹിക്കുന്നു. സ്ത്രീകൾ ഇന്ന് നേരിടുന്ന പല ശാരീരിക പ്രശ്നങ്ങൾക്കും യോഗ ഒരു നല്ല പ്രതിവിധിയാണ്. യോഗയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കാനും നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മീലെ നൂതൻ്റെ അടുത്താണ്. നമുക്ക് നൂതനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹലോ നൂതൻ, ഇപ്പം നമ്മുടെ സ്ത്രീകൾക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം പല ഹെൽത്ത് പ്രോബ്ലംസിനും യോഗ നല്ലൊരു ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യാം എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് യോഗ ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളെ സ്ത്രീകൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് എത്ര സിവിയർ ആണെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പോൾ വർക്കിംഗ് വിമൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സ്റ്റഡി എടുത്ത് നടന്നിരുന്നു. 4 വിമൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പേർക്ക് ഓൾറെഡി മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ടു പ്യുവർലി ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ്. സോ ലൈഫ് സ്റ്റൈൽ കാരണമുള്ള സ്ട്രെസ് കാരണമുള്ള മെഡിക്കൽ പ്രോബ്ലംസ്. സോ ദെൻ അതിൻ്റെ റൂട്ടിലേക്ക് നമുക്കെന്നാൽ പോകേണ്ടി വരും. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം ഇത് വരുന്നത്? പണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏത് കൾച്ചർ എടുത്തിരുന്നെങ്കിലും വിമന് സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഇറ്റ് കുഡ് ഹാവ് ബീൻ ഡാൻസിങ്, ഇറ്റ് കുഡ് ഹാവ് ബീൻ സിറ്റിംഗ്, ഒരുമിച്ച് ഇരുന്നിട്ട് ചിലപ്പോൾ മുടി പിന്നുന്നതായിരിക്കാം. അങ്ങനെ കുറേ റിച്വൽസ്, അഡോർണിങ്, ബോഡീനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതൊക്കെ ഒരു ജോയസ്, ഒരു സന്തോഷം വരുന്ന ഒരു റിച്വലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ സ്ട്രെസ് വരുന്ന റിച്വലാണ്. ഇപ്പം ഞാൻ മുടി ഇന്ന് ഞാൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി, അതൊക്കെ സ്ട്രെസ്സിലേക്കാണ് വരുന്നത്. സോ ഇതെല്ലാം കാരണം നമ്മുടെ ജോയ് വരേണ്ട സാധനങ്ങളും കൂടെ നമുക്ക് സ്ട്രെസ് തരികയാണ്. സോ ഇത് ആഡ് ചെയ്ത് വരുമ്പോൾ മെഡിക്കൽ പ്രോബ്ലംസ് ആയിട്ട് മാറുന്നു. സോ യോഗ വരുമ്പോഴത്തേക്കിനും അതിൽ പോസ്റ്റേഴ്സ് വെച്ചിട്ട് ബോഡി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ബ്രീത്തിങ് എടുത്തു കഴിഞ്ഞാൽ സ്ലോ ബ്രീത്തിങ് ആണല്ലോ. പക്ഷെ അതിൽ ഞാൻ ഇത്തിരി കൂടെ ഡീപ്പർ ഓർ യൂസ്ഫുൾ ആയിട്ട് കണ്ടത് ബ്രീത്ത് ഔട്ട് മൗത്തിൽ കൂടെ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഒരു റിലീഫ് തോന്നും. ഓക്കെ, നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരിക്കണേ, ആൻഡ് സ്ട്രെസ് വിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണേ? ഓക്കെ അല്ലേ? അപ്പോൾ പോസ്റ്റേഴ്സിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബ്രീത്തിങ് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് അഗൈൻ പോസ്റ്റേഴ്സിൽ അധികം പോസ്റ്റർ ചെയ്യണതിന് പകരം ഒരു ചെറിയൊരു ലെവൽ മാത്രം, ഓക്കെ, വേർ യു ഫീൽ എ ഗുഡ് സ്ട്രെച്ച്. ഇപ്പോൾ കുറേ ചെയ്യുമ്പോൾ പെയിൻ വരും, കുറച്ച് ചെയ്യുമ്പോൾ നടുക്ക് വരുമ്പോൾ നല്ലൊരു സെൻസേഷൻ വരും. ആ ഒരു സെൻസേഷനിൽ ഇരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ when you come out of it you feel better. Okay, ഇതിൻ്റെ കൂടെ I can also add aromas. ഇപ്പോൾ women എടുത്തു കഴിഞ്ഞാൽ we are very sensitive to smells. Okay, smells like say the scent of rose ഹാർട്ടിനെ ഓപ്പൺ ചെയ്യും, സെൻറ്റ് ഓഫ് സാൻഡൽവുഡ് എല്ലാത്തിനെയും ബാലൻസ് ചെയ്യും. സോ ഇങ്ങനത്തെ കുറേ ലിറ്റിൽ തിങ്സ് ടുഗെദർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിച്വൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ റിച്വൽസ് ലൈഫിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഹെൽത്തിയർ, മച്ച് മോർ ഹാപ്പിയർ. ഓക്കെ, ആൻഡ് ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് തന്നെയുണ്ട്, ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ വരുമ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത് ടു റിലീസ് സ്ട്രെസ്, എങ്ങനെ ഒരു പോസ് കൊണ്ട് നമുക്ക് ബോഡിയിലോ മൈൻഡിലോ ജോയ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ആൻഡ് എങ്ങനെ ഓരോ എസെൻഷ്യൽ ഓയിൽസും ഓരോ ലിറ്റിൽ തിങ്സ് ലൈക്ക് സേ എന്താണ് തുളസി നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമല്ലോ, അതുകൊണ്ട് എങ്ങനെ നമുക്ക് എനർജി കൂട്ടാൻ പറ്റും, ലിറ്റിൽ തിങ്സ് വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. ആസനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഐ സെഡ് ഓരോ കണ്ടീഷൻസിനും
അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ആസനകളുണ്ട്. ഇപ്പം നമുക്കിപ്പം ത്രോട്ടിനാണ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓക്കെ, ഓർ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ വരെ നമുക്ക് വോയിസ് ഇല്ല, ലൈഫിലൊരു വോയിസ് ഇല്ല ഓക്കെ, അതെല്ലാം ഈ ഒരു ചക്രമാണ് ഓക്കെ. ആ ചക്രത്തിനെ എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള പോസ്റ്റേഴ്സ് ചെയ്യും. ആൻഡ് കുറേ നോക്കിക്കഴിഞ്ഞാൽ വിമന് പെൽവിക് ഹെൽത്ത് പ്രോബ്ലംസ് ആണ് വരുന്നത്, റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ ആദ്യം ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും ഓക്കെ. നമുക്ക് ബ്രീത്തിങ് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല, വിശപ്പ് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ. ആകെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ബാലൻസ് വിട്ടു പോകുന്നത് പെൽവിക് ഡിസീസസ് ആയിരിക്കും. അതിൽ വരുന്നത് പെയിൻ, പീരിയഡിൻ്റെ പെയിൻ വരുന്നുണ്ട്, ഓർ യു മൈറ്റ് ഹാവ് ഏർലി മെനോപോസ്, ഓർ യു ഹാവ് ഇറെഗുലർ പീരിയഡ്, അങ്ങനെ കുറേ കണ്ടീഷൻസ് വരുന്നുണ്ട്. ഐ വുഡ് സേ ഞാൻ തന്നെ ലൈക്ക് വളർന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പെയിൻ പാർട്ട് ഓഫ് മൈ ലൈഫാണ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ ലേറ്റർ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു എൻ്റെ പെൽവിക്കിൽ ആ ഒരു എനർജി തന്നെ ഇത്തിരി മൂവ് ചെയ്യണ പോലെ തോന്നി ഓക്കെ. എന്നുവെച്ചാൽ ആ ബോഡി പാർട്ട് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി, പിന്നെ പെയിൻ ഉണ്ടായിട്ടില്ല ഓക്കെ. ചിലർക്ക് എന്താണ് പ്രഗ്നൻസിയിൽ തന്നെ ഇപ്പോൾ മിസ്കാരേജസ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരിയും കൂടെ ആ അവിടുത്തെ എനർജി മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ പാർട്ട് ഓഫ് ദ ബോഡിയുടെ എനർജി മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ miscarriage will not happen. പക്ഷേ I always say it is how you practice. Okay. നമ്മൾ അറിഞ്ഞ് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് ഡീപ്പർ പോകുന്നോറും നമ്മളെ കൊണ്ട് നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും പറ്റുന്നതിനും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ പ്രഗ്നന്റ് ലേഡീസിനും ചെയ്യാൻ പറ്റുന്ന യോഗാസ് ഉണ്ട് അല്ലേ? പ്രഗ്നന്റ് ലേഡീസിനും ചെയ്യാൻ പറ്റുന്ന യോഗാസ് ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇപ്പോൾ അധികം ബോഡി അനങ്ങാറില്ല. സോ അത് കാരണം ഇഫ് യു ലുക്ക് അറ്റ് നമ്പർ ഓഫ് സിസേറിയൻസ് ഇറ്റ്സ് ഗോയിങ് അപ്പ്. എന്ന് വെച്ചാൽ ബോഡിക്ക് ആ പുഷ് ഔട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല. സോ ദെൻ യു ഹാവ് ടു ലേൺ ടു ഡെവലപ്പ് ദാറ്റ് സ്ട്രെങ്ത്. സോ ഐഡിയലി ഞാൻ പറയണേ പ്രഗ്നൻ്റ് ആണെങ്കിലും മുമ്പേ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. ഫസ്റ്റ് ട്രൈമസ്റ്റർ ജെൻറ്റിൽ അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക ഓക്കെ. ഇപ്പോൾ ബോഡിക്ക് വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെരി ലെസ് ഓർ വെരി ജെൻറ്റിൽ. സെക്കൻഡ് ട്രൈമസ്റ്റർ യു ക്യാൻ ബിക്കം ഇത്തിരിയും കൂടെ സ്ട്രോങ്ങർ ആകാൻ പറ്റും. ലെഗ്സിൻ്റെ സ്ട്രെങ്ത്, ഹിപ്പിൻ്റെ ഓപ്പണിംഗ് എബിലിറ്റി, പിന്നെ യോഗയിൽ ബന്ധാസ് എന്ന് പറയും, മൂലബന്ധ, ഡീപ്പ് കോർ മസിൽസ്, ഡീപ്പ് പെൽവിക് ഫ്ലോർ മസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ മസിൽസ് എങ്ങനെ യൂസ് ചെയ്യാൻ പഠിക്കണം എന്ന് വെച്ചാൽ അതൊക്കെ വെച്ചിട്ടാണ് ബേബീനെ പുഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ. സോ ഓൾ ദോസ് പ്രാക്ടീസസ് ഡീപ്ലി ഹെൽപ്പ്. ഓക്കെ. ഇപ്പം ഇങ്ങനെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ലേഡീസ് ഉണ്ടോ? ഇങ്ങനെ പ്രോബ്ലംസ് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്ന ലേഡീസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 3 മാസം കൊണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് എവിടെ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരു ലേഡിക്ക് വീട്ടിൽ കുറേ സ്ട്രെസ് ഉണ്ട് ഓക്കെ, ആ സ്ട്രെസ് മാനേജ് ചെയ്യാണ്ട് ഇത് ശരിയാവാൻ പോകുന്നില്ല ഓക്കെ. അത് ശരിയാവുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ശരിയാവും ഓക്കെ. പക്ഷേ ഇപ്പോൾ ഇഞ്ചുറി ആണെന്ന് വെച്ചോ ഓക്കെ, ഇപ്പം എന്താണ് വീണു, അത് കാരണം എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈസിയർ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അഗൈൻ കോസ് ഓഫ് ദ പ്രോബ്ലം എന്താണ് അത് മാറ്റാൻ നോക്കുക. ലേഡീസിനെ സംബന്ധിച്ച് ഒരുപാട് പെയിൻ ഉണ്ട്. അപ്പം ബാക്ക് പെയിൻ, പീരീഡ്സ് ആകുമ്പോഴുള്ള പെയിൻ, മുട്ടുവേദന, അങ്ങനെ ലേഡീസിനാണ് കൂടുതലും വേദനകളുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും അതിനെന്തെങ്കിലും റിലീഫോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരാറുണ്ടോ? ബീങ് എ വുമൻ രണ്ട് സൈഡുണ്ട്. പെയിനും നമ്മുടെ ബോഡിയിൽ കൂടുതലായിരിക്കും, പ്ലെഷറും ബോഡിയിൽ കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലേ ഏറ്റവും റിലീഫ് ഓർ ഏറ്റവും ജോയ്ഫുൾ ആകുന്നത് ഒരു പോസ്റ്റ് കഴിയുമ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും ഓക്കെ. ആണുങ്ങൾക്ക് ആ ഒരു ജോയ് കിട്ടാൻ ഭയങ്കര പാടാണ്, ഇമ്പോസിബിൾ ആണെന്ന് വരെ പറയാൻ പറ്റും ഓക്കെ. സോ ദ തിങ് ഈസ് നമുക്ക് പെയിൻ വരാമെങ്കിൽ നമുക്ക് പ്ലെഷറും വരാൻ പറ്റും, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഓക്കെ. ഇവിടെ ഒരു ബോഡിയിൽ ആ നെർവ്സ് അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പെയിൻ വന്നു. നെർവ്സ് വർക്ക് ചെയ്താൽ പ്ലെഷറും വരും ഓക്കെ. സോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ചേഞ്ച് ഫ്രം യുവർ പെയിൻ ടു ഹാപ്പിനെസ് ഓക്കെ. സ്ത്രീകളപ്പോൾ പെയിൻ കാരണം വരാറുണ്ട് ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ഓർ തെറപ്യൂട്ടിക് അപ്രോച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വരുന്ന ബാക്ക് പെയിൻ, നീ പെയിൻ ഓക്കെ, ഷോൾഡേഴ്സ് ആർ ഹേർട്ടിങ്, ടയർഡ് നെക്ക്, അങ്ങനത്തെ പെയിൻസ് ഒക്കെ വരാറുണ്ട് ഓക്കെ. ഈ പെയിൻ മാറ്റണമെങ്കിൽ നമ്മൾ പതുക്കെ സ്ട്രെച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് തന്നെ വരണം. അതെ, നീ പെയിനും ബാക്ക് പെയിനും ഒക്കെ ഇപ്പം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ അല്ലാണ്ട് അവർക്ക് ഇതിൻ്റെ പാരലായിട്ട് വേറൊരു റിലീഫും കൂടാണ് യോഗ അല്ലേ? ആക്ച്വലി ഇപ്പോൾ എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ്. ഇതിനൊക്കെ ഒന്നെങ്കിൽ ടാബ്ലറ്റ്സ് തരും ഓക്കെ. ടാബ്ലറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, പക്ഷേ അതല്ല സൊല്യൂഷൻ ഓക്കെ. ഇപ്പം നീന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്താണ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറണമെന്നില്ല, അത് കറക്റ്റ് ചെയ്തെടുക്കണം ഓക്കെ. ഒരു റെസ്ട്രിക്ഷനും വരരുത് നമ്മുടെ ലൈഫിലേക്ക് ഓക്കെ. സോ ഇതിനു വേണ്ടി ഡെഫിനറ്റ്ലി യോഗ ഹെൽപ്സ്. ഈ അടുത്ത് ഞാൻ കേട്ടായിരുന്നു ദാറ്റ് ഒരു ഡോക്ടർ പറഞ്ഞു എന്ന്
മുട്ടുവേദന ഉണ്ടെങ്കിൽ യോഗയ്ക്ക് പോകരുതെന്ന്. പക്ഷേ ഞാൻ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മുട്ടുവേദന കാരണമാണ് ഞാൻ യോഗയിൽ പോയത്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മുട്ട് ശരിയായി, എൻ്റെ ഫുട്ട് ശരിയായി, എൻ്റെ സ്പൈൻ തന്നെ ചേഞ്ച് ആയി. ഓക്കെ, സോ നമുക്ക് ഏത് പാർട്ട് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ആൻഡ് വി സേ യോഗയിൽ ഇത്തിരി ഡീപ്പായി പോയി മെഡിറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് DNA വരെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ലൈക്ക് ഗോയിങ് ഡീപ്പ് ഇൻസൈഡ്, നോട്ട് ജസ്റ്റ് മസിൽ, നോട്ട് ബോൺ, ഡീപ്പ് ഇൻ ടു യുവർ സെൽഫ്. അവിടെ വരെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പീരീഡ്സ് ടൈമിലുള്ള പെയിൻ. അപ്പം അതിന് എത്രത്തോളം യോഗ ഹെൽപ്ഫുള്ളാണ്? ഓരോ ആസനങ്ങൾ ചക്രങ്ങളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ സേക്രം ബോൺ, ഓക്കെ, ആ ബോണിൻ്റെ എനർജി സെൻറ്ററിനെയാണ് പറയുന്നത് സ്വാദിഷ്ഠാന. ഓക്കെ, ആ ഒരു എനർജി ഓപ്പൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അത് നല്ല ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ, അതെടുത്തു കഴിഞ്ഞാൽ ഒരു സേക്രൽ പ്ലെക്സസ്, അവിടെ നെർവസ് എനർജിയും ഉണ്ട്, നെർവ്സും ഉണ്ട്. ഓക്കെ, ആ എനർജി പോകുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലേക്കാണ്. ഓക്കെ, ആ നെർവ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ there are problems. So ഓരോ പ്രാക്ടീസസ് ഇസ് ടു സ്ട്രെച്ച് ടു ഓപ്പൺ ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടി വരുന്നത് ഈ ഹിപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. കുറേ സ്ത്രീകൾക്ക് ഹിപ്പ് ഭയങ്കര ഓപ്പൺ ആയിരിക്കാം. ദെൻ സ്ട്രെങ്ത് എങ്ങനെ വരുത്താൻ പറ്റും ഓരോ മസിൽസിലേക്കും. ഓക്കെ, സോ രണ്ടും വെച്ചിട്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോകാനാണ് നോക്കുന്നത്. ബാലൻസ് ഓഫ് സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റി ഇൻ യുവർ പെൽവിക് ഏരിയ, ദെൻ യുവർ എനർജി ഫ്ലോസ്. ഇപ്പോൾ പൊതുവേ തടി കൂടിയ സ്ത്രീകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാക്ക് പെയിൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. അപ്പം നോർമൽ ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണോ യോഗയിൽ തടിയുള്ളവരെയും ട്രീറ്റ് ചെയ്യുന്നത്? ഇപ്പം ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടി കാരണം മാത്രമല്ല. ഓക്കെ, ചിലപ്പോൾ അവരുടെ തൈസിലെ ഹാംസ്ട്രിങ് മസിൽ സ്ട്രെച്ച്ഡ് ഔട്ട് അല്ല, അല്ലെങ്കിൽ അവർക്ക് അബ്ഡോമിനൽ സ്ട്രെങ്ത് ഇല്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൂമോ റെസ്ലറിനെ എടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര വലിയ വെയിറ്റ് ആണ്, പക്ഷെ അവർ സ്ട്രോങ്ങും ആണ്, അവർക്ക് ബാക്ക് പെയിൻ അങ്ങനെ ഉണ്ടാകാറില്ല. ഓക്കെ, ആനേനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ബാക്ക് പെയിൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ദ തിങ് ഈസ് നമ്മുടെ ബോഡീനെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഹാംസ്ട്രിങ്സ് ഓപ്പൺ ആണോ, ഓക്കെ, അതിൻ്റെ അബ്ഡോമിനൽ സ്ട്രെങ്ത് ഉണ്ടോ, ഓക്കെ, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ടോ, ചെസ്റ്റ് ഓപ്പൺ ആണോ, ഇതൊക്കെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ യുവർ ബോഡി ഈസ് ഫൈൻ. എനിക്കറിയാവുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, ദേ വെരി ഹെവി, എന്നുവെച്ചാൽ ഒബീസിറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവർ ഒബീസാണ്, പക്ഷെ ദേ ആർ വെരി ഹെൽത്തി, അവർക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ്സ് ബിക്കോസ് അവരുടെ ബോഡിയുടെ നേച്ചർ തടിയായിരുന്നു, പക്ഷെ അവർ അതിനുള്ളിൽ സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും കണ്ടെത്തി. സോ തടി കാരണം ബാക്ക് പെയിൻ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ബോഡിയുടെ മിസ്അലൈൻമെന്റ്സ് കാരണം ബാക്ക് പെയിൻ, മെലിഞ്ഞവർക്കും ബാക്ക് പെയിൻ വരാറുണ്ട്. ഓക്കെ, സോ മുട്ട് നമ്മുടെ സ്ട്രോങ് ആക്കാൻ പറ്റുന്നുണ്ടോ, ഹിപ്പ് സ്ട്രോങ് ആക്കാൻ പറ്റുന്നുണ്ടോ, അബ്ഡോമൻ സ്ട്രോങ് ആക്കാൻ പറ്റുന്നുണ്ടോ, അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ തടി ഉണ്ടെങ്കിൽ ചില പോസ്റ്റേഴ്സ് ഡിഫിക്കൽട്ട് ആയിരിക്കും, അപ്പോൾ അതിന് നമ്മൾ വേരിയേഷൻ സിമ്പിളർ ആയിട്ട് അല്ലെങ്കിൽ ഇത്തിരി കൂടെ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കും. ഇപ്പം 4 ഫോർ ഇൻസ്റ്റൻസ് ഹാൻഡ്സിൻ്റെ സ്ട്രെങ്ത്തിൽ നിൽക്കണം, പുഷപ്പിൽ പോലെ നിൽക്കണം, തടി ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഒരു മുട്ട താഴെ മുട്ടിക്കാൻ പറയും. അപ്പോൾ യു ഹാവ് 1 more point of support. സോ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സോ ഓരോ ആൾക്കാരുടെ ബോഡി വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആസനനെ ഇനീഷ്യൽ പ്രാക്ടീസിൽ ചേഞ്ച് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ബോഡി ഈസ് റെഡി, അപ്പോൾ യു ഗിവ് ദ ഫുൾ പോസ്. ഓക്കെ, ബിൽഡ് ഇറ്റ് അപ്പ്. ഇപ്പം എല്ലാവർക്കും പൊതുവുള്ളൊരു സംശയമാണ്, യോഗയ്ക്ക് ജോയിൻ ചെയ്താൽ തടി പെട്ടെന്ന് കുറയുമെന്ന്. എങ്ങനെയാണ്, തടി പെട്ടെന്ന് കുറയാറുണ്ടോ? ട്രഡീഷണൽ യോഗ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ അത് തടി കുറയാൻ വേണ്ടിയല്ല, ബോഡി ഫിറ്റ് ആവാൻ വേണ്ടിയാണ്. ഓക്കെ, പക്ഷേ ഇപ്പം തടി കുറയണമെങ്കിൽ ദെൻ യു ഹാവ് ടു മിക്സ് ഇറ്റ് വിത്ത് ലേറ്റസ്റ്റ് റിസർച്ച്. ഓക്കെ, ഫാറ്റ് ബേൺ ആണ് തടി കുറയുക. ഓക്കെ, അതിനു വേണ്ടി അനറോബിക് ആക്ടിവിറ്റി, എറോബിക്കും അല്ല അനറോബിക് ആക്ടിവിറ്റി വേണം. ഓക്കെ, അനറോബിക് ആക്ടിവിറ്റി ആൻഡ് ഇൻ്റർവെൽ സ്റ്റൈൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ എനർജി ഭയങ്കരമായിട്ട് കൂട്ടുക, ഭയങ്കര പെട്ടെന്ന് കുറയ്ക്കുക, അങ്ങനത്തെ മൂവ്മെൻറ്റ്സിലേക്ക് പോവുക. ആൻഡ് ദെൻ ബ്രീത്തിങ് ചേഞ്ച് ചെയ്യുക, സോ ദാറ്റ് മെറ്റബോളിസം കിക്കപ്പ് ചെയ്യാൻ വേണ്ടി ട്വിസ്റ്റ് ചെയ്യുക, അബ്ഡോമൻ സ്ട്രെങ്തനിങ് പ്രാക്ടീസസ് ചെയ്യുക, സ്റ്റാൻഡിങ് ടോൾ, ഓക്കെ, ബാക്ക് ബെൻസ്, അങ്ങനത്തെ ബോഡിക്ക് പറ്റുന്നതൊക്കെ ചെയ്ത് പോവുക. ആൻഡ് ഇറ്റ്സ് നോർമലി ലൈക്ക് എ മൂവ്മെൻറ്റ് വിത്ത് അവെയർനെസ്. അങ്ങനെ ചെയ്യുമ്പോൾ ദ വെയിറ്റ് കംസ് ഡൗൺ. അതിൻ്റെ നമുക്കൊരു സ്നിപ്പറ്റ് കാണാം. ഫീറ്റ് ടുഗെദർ, stand tall, palms together at the heart, lift the elbows up, gaze lovingly, breathe in Ujjayi, breathe out in Ujjayi breath, Ujjayi pranayama.
out the hands. Breathe out and prayer pose. Interlock your fingers behind you, bend back, breathe in. Breathe out, contract the abdomen, bend forward. Bend the knees, sit on a chair, chair pose, Utkatasana. And then palms to the heart and prayer in Utkatasana. Right elbow to left knee, twisting, breathe out. Breathe in to the center. Breathe out, left elbow to the right knee. Breathe in to the center. Breathe out, swan dive. Breathe in, come up, bend back. Breathe out and prayer pose. സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെയിനും അതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ ഇതിനെല്ലാമുള്ള ഒരുപാട് ടിപ്സും അതുപോലുള്ള ഒരുപാട് പ്രാക്ടീസും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ജാന സ്റ്റുഡൻ്റ് ആണല്ലേ ഇവിടുത്തെ? അപ്പം വളരെ നന്ദി ജാന. താങ്ക്സ്. നമ്മൾ സ്ത്രീകൾ കിച്ചണിൽ നേരിടുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കറികൾ ഉണ്ടാക്കും, പക്ഷെ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഉപ്പ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിപ്പോയാലാണ് വലിയ പ്രശ്നം. ഇതിനായി ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഈ കറിയിൽ ഗോതമ്പ് ഉരുളകളാക്കി അതിലേക്ക് ഇട്ടാൽ ഈ ഗോതമ്പ് ഉപ്പ് മുഴുവൻ വലിച്ചെടുക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു കുക്കറി സെഗ്മെൻ്റാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റം 3 ലെയർഡ് ചോക്ലേറ്റ് ആണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്, വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്. ഇത് മൂന്നും നമ്മൾ വേറെ വേറെ മെൽറ്റ് ചെയ്ത് എടുക്കണം. ഇത് ഡബിൾ ബോയിലിംഗ് രീതിയിലോ അല്ലെങ്കിൽ മൈക്രോവേവിലോ വെച്ച് മെൽറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു മോൾഡ് എടുത്തിട്ട് കുറച്ച് മെൽറ്റഡ് മിൽക്ക് ചോക്ലേറ്റ് ആദ്യം ഒഴിക്കുന്നുണ്ട്. അടുത്ത 3 ക്യാവിറ്റീസിൽ ഞാൻ ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ആണ് ഫിൽ ചെയ്യുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ഓരോ തവണയും നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്ത 3 ക്യാവിറ്റിയിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഫസ്റ്റ് ഫിൽ ചെയ്യുന്നത്. ഒന്നുകൂടെ ടാപ്പ് ചെയ്തിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു 3-4 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് മിൽക്കിന് മീതെ വൈറ്റ് കൊടുക്കാം. വേറെ ചില ചോക്ലേറ്റിൽ നമുക്ക് ഡാർക്ക് കൊടുക്കാം. മറ്റു ചില ചോക്ലേറ്റിൻ്റെ മുകളിൽ നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കോമ്പിനേഷൻസ് 3 ലെയർ ആക്കിയെടുക്കാം. ഈ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ ഒരു 3-4 മിനിറ്റ് ഇത് വെക്കണം. 3 ലെയർഡ് ചോക്ലേറ്റിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയായി. നമുക്ക് തേർഡ് ലെയർ ചെയ്തു.
നന്നായിട്ട് ഒന്നുകൂടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ ഇനി ഓരോ 4-5 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മുടെ 3 ലെയേർഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ 3 ലെയേർഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പല പല കളറിലിരിക്കണതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ചന്ദ്രലേഖയിലൂടെ ഇന്ന് നിങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണാം. ചന്ദ്രലേഖ